കസക്കിസ്ഥാനിലെ ഒരു യൂട്ടേൺ എടുക്കാൻ വേണ്ടി ഏകദേശം 2 കൊല്ലം ഞാൻ ഇങ്ങനെ നടക്കും. അതായത് യൂട്ടേൺ എടുക്കേണ്ട സ്ഥലം കഴിഞ്ഞു, പക്ഷെ ഇവിടെ ഏടെ യൂട്ടേൺ ഇല്ല. ഇവരെല്ലാ സ്ഥലത്തും ഇങ്ങനെ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് കസക്കിസ്ഥാനിൽ യൂട്ടേൺ എടുക്കണമെങ്കിൽ ചൈനയിൽ പോയിട്ട് വേണം വളച്ച് വന്നിട്ട് യൂട്ടേൺ എടുക്കാൻ. എന്നാലും ഇതെല്ലാം റഷ്യയിൽ ഇങ്ങനത്തെ, റഷ്യ നമ്മൾ പോയ സമയത്തും ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര യൂട്ടേൺ കിട്ടണമെങ്കിൽ എത്രയോ പോകണം. പിന്നെ വേറൊരു സ്ഥലത്ത് പോയിക്കണ്ടെങ്കിൽ 2 ആൾക്കും ഒന്നിച്ച് പോകാന് നമ്മളൊരു കണ്ടീഷനിൽ വേണമെങ്കിൽ നീ പോവാ ഞാൻ പോവാ, അങ്ങനത്തെ ഒരു ഈഗോ ഇല്ലാണ്ട് ഓടിച്ചാലേ 2 ആൾക്കും വന്ന് ക്രോസ് ചെയ്യാൻ പറ്റൂ. അതായത് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടിക്കും ഒരേ സമയം റൈറ്റും ലെഫ്റ്റും കൊടുത്തിട്ടാണ് ഈ കാണുന്ന യൂറേഷ്യൻ സെൻട്രൽ ഏഷ്യൻ രാജ്യത്തെല്ലാം റഷ്യന്റെ സെയിം സാധനം കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂട്ടേൺ എടുക്കാൻ വേണ്ടി ഇപ്പോൾ 2 ദിവസം കഴിയും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേക്ക് 1 കൊല്ലം കഴിയും. മക്കളെ, കസക്കിസ്ഥാനിലൊരു യൂട്ടേൺ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാ നമ്മൾ അങ്ങ് ചൈനയിലെത്തിയിട്ടും വളക്കേണ്ട യൂട്ടേണിന്റെ സ്ഥലമില്ല. ഈ സെൻട്രൽ ഏഷ്യൻ യൂറേഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്. റഷ്യനെ പോലെ തന്നെ, റഷ്യയാണ് ഇതിനെല്ലാം കാരണം. റഷ്യയിൽ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു യൂട്ടേൺ എടുക്കണമെങ്കിൽ അങ്ങ് അമേരിക്കയിൽ പോയിട്ട് വേണം യൂട്ടേൺ എടുത്ത് വരാൻ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായി യൂട്ടേൺ എടുക്കാൻ വേണ്ടി കളിക്കുന്നു. എന്തെന്നാ ഇവരെല്ലാം കളിക്കുന്നത്. സിഗ്നൽ നിർത്താറാവൂലേ? അപ്പൊ നമുക്ക് ലെഫ്റ്റ് ആ പച്ച മാറുമോ? ക്രോസ് ചെയ്യുന്നതാണ് ഭയങ്കര രസം. നമ്മുടെ നാട്ടിൽ ചട്ടി കൊടുക്കൂല ഇത് കണ്ടാലും എരിവാണ്. ഇവിടെ ഇങ്ങനെ 2 ആൾക്കാർ പോകുന്ന രാജ്യം കേട്ടോ കസക്കിസ്ഥാൻ. ഞാൻ ശരിക്കും നെറ്റിപ്പോയി. ഓരിങ്ങനെ കുത്താൻ വരുന്ന പോലെ. ഒരണക്കിന് ഇയാളെ പോലെ നടന്നു പോയാൽ മതി, എന്നാ ഒന്നുമില്ലെങ്കിലും വേഗത്തും സ്ഥലത്ത് വണ്ടി കൊണ്ട് പോയിട്ട് അത് ഇത്ര മണിക്കൂറായി പഠിച്ചോട്. ഇതാണ്ട ഒരേ സമയം റേറ്റും പോലെ ലക്ഷം. ഇത് എന്റെ റോഡാടാ. അല്ലാഹു അക്ബർ. മോനെ ഒന്ന് ചാട്ടിത്താടാ. നിന്റെ അച്ഛനാടാ പറയുന്നത്. മോനെ എനിക്ക് യു എടുക്കണമെങ്കിൽ ബേക്കിലോട്ട് എന്റെ ചന്തിന്റെ ആടെ വന്ന് നിന്നു. മോന്റെ ആടെ തട്ടിപ്പോനെങ്കിൽ അത് ബെൻസാ. ഈ വണ്ടി കൊടുത്താലോ പയ്യിട്ടു. മോനെ ഒരു മിനിറ്റ്, നമ്മളൊന്ന് വളച്ചോട്ടെ. നല്ല മാന്യനാണോ എനിക്ക് ചട്ടിത്തം. കണ്ടാ നമ്മള് യൂട്ടേൺ എടുത്തത് ഏതോ ഒരു പീഡന്റെ മുമ്പെന്നാ. ഇപ്പൊ ഏകദേശം നമ്മള് ചൈനന്റെ ബോർഡറിലാണല്ലോ. അന്ന് ഗാന്ധിജിന്റെ കണ്ണടയാ അന്താടെ വെച്ചിന്. ഇതാ അതിന്റെ അർത്ഥം എന്താ? കണ്ണട ഇട്ടോ? കണ്ണട വെച്ച് പോവാനാ? ശരിക്കും ഞാൻ ഒരു രാജ്യത്തും കണ്ണടന്റെ സിഗ്നൽ ഇടാം. എന്തെന്നാ സംഭവം? അവിടെ ഒരു കണ്ണടന്റെ ഇത് കേട്ടാ. അപ്പൊ ഞാൻ ഇവരിവിടെ കുറെ കൊല്ലായി. അപ്പൊ ഞാൻ അതിലൂടെ പോകുന്ന ആൾ ഇതുവരെ ഗ്ലാസ് വെച്ച് മൊഞ്ചായി പോണം, ലുക്കായി പോണം, അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല പോലും. ശ്രദ്ധിച്ച് 2 കണ്ണും തുറന്നു പോകൂ, അതായിരിക്കും ഉദ്ദേശിക്കേണ്ടത്.